കൊല്ലം കാവനാട് വഴി ശക്തികുളങ്ങരയിലേക്ക് പോകുന്ന ദേശീയപാതയോരത്തെ അണ്ടർപാസേജിന് സമീപമുള്ള റോഡാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അപകടക്കെണി ഒരുക്കിയിരിക്കുന്നത്. മഴയായതിൽ പിന്നെ റോഡ് ഏത് തോട് ഏതെന്നറിയാൻ വയ്യാത്ത സാഹചര്യമാണ്. ഈ റോഡ് പൂർണ്ണമായിട്ടും തകർന്നിട്ടും നാളിതുവരെയും പുനർനിർമ്മിക്കാനോ റോഡിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാനോ സാധിച്ചിട്ടില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു വലിയ രീതിയിലുള്ളൊരു ട്രാഫിക് സിഗ്നലിൻ്റെ ആവശ്യമുണ്ടായിട്ട് പോലും മതിയായ ട്രാഫിക്കിൻ്റെ സേവനമില്ലാത്തത് പോലും ഇവിടെ അപകടക്കെണിയായിരിക്കുന്നു. കണ്ടെയ്നർ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നു. ഇരുചക്ര യാത്രക്കാരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായ ചില കാര്യങ്ങൾ, പല വാഹനങ്ങളും കടന്നു പോകാൻ കഴിയാതെ നിരത്തിലൂടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഇവിടെ ഈ വാഹനങ്ങൾക്ക് കുഴിയിൽ വീഴേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നാട്ടുകാരടക്കം പലതവണ ഇവിടുത്തെ അധികൃതരോട് പറഞ്ഞിരുന്നു, പക്ഷെ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. എല്ലാ ദിവസങ്ങളിലുള്ള ഇന്നലെ ഇവിടെ ഒരു വണ്ടി മറിയാൻ പോയി, മീൻവണ്ടിയായിട്ട് വന്ന മീനുമായിട്ട് വന്ന ആട്ടോ മറിയാൻ പോയി. പിന്നെ ഇവിടെ മൊത്തം വെള്ളക്കെട്ട്, ഇവിടെ ആർക്ക് നിൽക്കാൻ പറ്റത്തില്ല. നിർമ്മാണം എഴഞ്ഞു നീങ്ങുവാണ്. അവര് വിചാരിച്ചാൽ കുറച്ച് എന്തെങ്കിലും ഇട്ടതൊന്ന് അടയ്ക്കാന്നുള്ള കേസേ ഉള്ളൂ. അവരിത് ചെയ്യുന്നില്ല. വലിയ വാഹനം വീണ് കഴിഞ്ഞാൽ ആക്സിൽ ഒടിഞ്ഞു പോകും. ഇന്നലെ തന്നെ ആട്ടോ മറിഞ്ഞ്. എന്തായാലും എന്തോ ഭാഗ്യം, പുള്ളി എല്ലാവരുടെ തെള്ളി കയറ്റി വിട്ടു. ഒരുപാട് വാഹനങ്ങൾ മഴ സമയത്ത് ആ വെള്ളം കിടക്കുന്ന അറിയത്തില്ല. സ്കൂട്ടർ വീണ് കഴിഞ്ഞാൽ അവന്റെ വീട് പോയി, ജീവിക്കാൻ പറ്റത്തില്ല, പോവും, രക്ഷപ്പെടത്തില്ല. ഇതിപ്പോ ഈ നിർമ്മാണം നടക്കുന്ന കമ്പനി തന്നെ കുറെ മണ്ണിട്ടടിക്കാന്നല്ലേ ഉള്ളൂ. ആറുവരിപ്പാത, ദേശീയപാതയുടെ ആറുവരിപ്പാത നിർമ്മാണവുമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോഴും അവിടെ നിന്നുള്ള മണലുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺക്രീറ്റ് വേസ്റ്റുകളോ ഇവിടെ ഈ ഒരു മണൽ കുഴികളിലേക്ക്, റോഡിൽ കാണുന്ന ഈ കുഴികളിലേക്ക് നിക്ഷേപിച്ചാൽ പോലും തൽക്കാലത്തേക്ക് നമുക്കൊരു ആശ്വാസം ലഭിക്കുമെന്നിരിക്കെ അതുപോലും ചെയ്യാൻ അധികൃതർ തയ്യാറാവുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസവും കൂടി മീനുമായി വന്ന ഒരു വാഹനം ഇവിടെ വീഴുന്നൊരു സാഹചര്യമുണ്ടായി. ഏതായാലും വലിയ അപകടം പതിയിരിക്കുന്ന ഈ കാവനാടിലെ റോഡ് എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കണമെന്നും നിർമ്മാണത്തിലെ അശാസ്ത്രീയത കണ്ടെത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം.